കേരളത്തിലെ CPM-ന്റെ നിയന്ത്രണ ചരടുകൾ ആരുടെ പക്കലാണ്? സാധാരണഗതിയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, മറ്റ് ഇടതുപക്ഷ പാർട്ടികളൊക്കെ ഒരു ജനറൽ സെക്രട്ടറി കേന്ദ്രീകൃതമായ പാർട്ടികളാണ്. സെക്രട്ടറിക്ക് അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറിക്കാണ് പാർട്ടിയിൽ പ്രാധാന്യമുള്ളത്. കോൺഗ്രസ്, BJP മുതലായ പാർട്ടികൾ അങ്ങനെയല്ല. അവർക്ക് പ്രസിഡന്റാണ് പ്രധാനം. അത് KPCC-യിലായാലും AICC-യിലായാലും BJP-യുടെ സംസ്ഥാന ഘടകത്തിലായാലും കേന്ദ്ര ഘടകത്തിലായാലും പ്രസിഡന്റാണ് പ്രധാനം. പറഞ്ഞാലോ, ഇടതുപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അങ്ങനെയല്ല. അവർക്ക് ഒരു ജനറൽ സെക്രട്ടറി ഉണ്ട് ദേശീയ തലത്തിൽ, സംസ്ഥാനത്ത് സെക്രട്ടറി ഉണ്ട്, ദേശീയ തലത്തിൽ അപ്പപ്പോ കാര്യങ്ങൾ തീരുമാനിക്കാൻ പോളിറ്റ് ബ്യൂറോ ഉണ്ട്, ഇവിടെ കേരളത്തിലാണെങ്കിൽ സെക്രട്ടേറിയറ്റ് ഉണ്ട്. പക്ഷെ കേന്ദ്ര കമ്മിറ്റിയും അതുപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റിയുമാണ് കൂടുതൽ അധികാരം കൈയാളുന്ന സമിതികൾ. അവയ്ക്ക് പലപ്പോഴും എപ്പോഴും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സമ്മേളിക്കുക എളുപ്പമല്ല. അതുകൊണ്ടാണ് ഡൽഹിയിലെ പോളിറ്റ് ബ്യൂറോയും തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റും ഉള്ളത്. അവര് അതാത് സമയങ്ങളിൽ യോഗം ചേർന്ന് പാർട്ടിയുമായി ബന്ധപ്പെട്ട നയപരിപാടികളുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കും. എല്ലാ ദിവസവും സെക്രട്ടേറിയറ്റ് ചേരും, എല്ലാ ദിവസവും പോളിറ്റ് ബ്യൂറോയും ചേരും. അതിന് അവൈലബിൾ സെക്രട്ടേറിയറ്റ് എന്നും അവൈലബിൾ പോളിറ്റ് ബ്യൂറോ എന്നാണ് പറയുക. പാർട്ടി സെന്ററുമായി സഹകരിച്ചു നിൽക്കുന്ന സെക്രട്ടേറിയറ്റ് അംഗങ്ങളും പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും ഏതാണ്ട് മിക്ക ദിവസങ്ങളിലും, ഞായർ ശനി ദിവസങ്ങളിലൊക്കെ ഉണ്ടോ എന്നറിഞ്ഞുകൂടാ, മിക്ക ദിവസങ്ങളിലും യോഗം ചേർന്ന് അപ്പോഴ് പാർട്ടിയുടെ മുമ്പിൽ വരുന്ന പ്രശ്നങ്ങൾ, പാർട്ടി എടുക്കേണ്ട നിലപാടുകൾ, അതൊക്കെ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയും തീരുമാനം ഉണ്ടാവുകയും ചെയ്യും. കേരളത്തിലെ CPM-ലും കാലാകാലങ്ങളായിട്ട് നടന്നു പോരുന്ന ഒരു പ്രക്രിയ അങ്ങനെയാണ്. പക്ഷേ ഇന്ന് അത് അങ്ങനെയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പാർട്ടിക്കൊരു സംസ്ഥാന സെക്രട്ടറി ഉണ്ട്, സെക്രട്ടേറിയറ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ അവരാണോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, നയം തീരുമാനിക്കുന്നത്, നിലപാടുകൾ നിശ്ചയിക്കുന്നത്? അവരാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പലപ്പോഴും സെക്രട്ടറിക്ക് പുറമെ ചില ബാഹ്യശക്തികൾ സംസ്ഥാനത്തെ പാർട്ടിയെ നിയന്ത്രിക്കുന്നത് എന്നുള്ളത് കേരള രാഷ്ട്രീയം കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ആർക്കും മനസ്സിലാവും. അത് നമ്മുടെ പിണറായി വിജയനാണ്. അതുകൊണ്ടാണ് ഒരു തിരുവാതിരപ്പാട്ടില് ഇന്നീ പാർട്ടിയെ ഈ നിലയിലാക്കിയ കാരണഭൂതൻ അല്ലെങ്കിൽ കാരണഭൂതർ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് ആ പാട്ട് എഴുതിയ ആള് രേഖപ്പെടുത്തി വെച്ചത്. അത് പാർട്ടി പാടി, പാർട്ടിയുടെ ഒരു നയമായിട്ട് അത് മാറുകയും ചെയ്തു. എല്ലാറ്റിൻ്റെയും കാരണഭൂതൻ പിണറായി വിജയൻ ആകുന്നു. ഇപ്പൊ പാർട്ടിയിലും അങ്ങനെയാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ സാധാരണഗതിയിൽ നമ്മൾ പാർട്ടി സെക്രട്ടറി എന്ത് പറയുന്നു എന്നാണ് ശ്രദ്ധിക്കുക, അദ്ദേഹത്തിന് നേർക്കാണ് നോക്കുക. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. പിണറായി വിജയൻ എന്ത് പറയുന്നു, അല്ലെങ്കിൽ പിണറായി വിജയന്റെ മനസ്സറിഞ്ഞ് പിണറായി വിജയൻ ഇക്കാര്യത്തിൽ എന്താണ് ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കി സെക്രട്ടറി എന്ത് പറയുന്നു. സംസ്ഥാന സെക്രട്ടറിക്ക് പണ്ടുണ്ടായിരുന്ന ആ ഒരു വലിപ്പം, അല്ലെങ്കിൽ ആ മഹത്വം, അല്ലെങ്കിൽ ആ റോള്, പാർട്ടി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പങ്ക് ഇപ്പോൾ ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ ഗോവിന്ദൻ മാഷ്, MV ഗോവിന്ദൻ മാഷ് പല കാര്യങ്ങളിലും പ്രതികരിക്കാറുണ്ട്. പലപ്പോഴും അതിന്റെ ക്ലാരിറ്റി വളരെ കുറവാണ്. കാരണം എന്താണ് പറയേണ്ടതെന്ന് അദ്ദേഹത്തിന് തന്നെ അറിഞ്ഞുകൂടാ. പിണറായി വിജയൻ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പിണറായി വിജയനിൽ നിന്ന് ഒരു നിർദ്ദേശം ലഭിച്ചാൽ മാത്രമേ കൃത്യമായിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാൻ സാധിക്കുകയുള്ളൂ. സാധാരണഗതിയിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹം കൈയാളുന്ന അധികാരം, അല്ലെങ്കിൽ ആ പാർട്ടിയുടെ മേലുള്ള നിയന്ത്രണം, അല്ലെങ്കിൽ പാർട്ടിയുടെ നയ പരിപാടികളില്, നിലപാടുകളില് ഉള്ള ഒരു നിയന്ത്രണം അല്ലെങ്കിൽ പങ്ക് ഇപ്പോഴത്തെ സെക്രട്ടറിക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല. നമ്മൾ പല സെക്രട്ടറിമാരെ കണ്ടിട്ടുണ്ട്. അതൊക്കെ വലിയ മഹാരഥന്മാരായ ആളുകളാണ്. AKG സെക്രട്ടറി ആയിട്ടിരുന്നിട്ടുണ്ട്. EMS, CH കണാരൻ, ചടയൻ ഗോവിന്ദൻ, നായനാര്, VS അച്യുതാനന്ദൻ, പിണറായി വിജയൻ, അവരൊക്കെ ഇരുന്നിട്ടുണ്ട്. അന്നൊക്കെ പാർട്ടി എന്താണ് ഉദ്ദേശിക്കുന്നത്, ചിന്തിക്കുന്നത് എന്ന് പറയുന്നത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോ അത് പറയുന്നതും തീരുമാനിക്കുന്നതും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. നമ്മുടെ സാംസ്കാരിക മന്ത്രി, സംസ്കാരത്തിന്റെ മുഴുവൻ ചുമതല അദ്ദേഹത്തിനാണ് കേട്ടോ. കേരളത്തിന്റെ സംസ്കാരം അദ്ദേഹത്തിന്റെ കൈകളിൽ ഭദ്രമാണെന്നാണ് പറയുന്നത്. ആ മന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസ്താവന, അതായത് മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരായിട്ട് നടത്തിയ, വളരെ ബോധപൂർവം, വളരെ ആലോചിച്ചുറപ്പിച്ച് നടത്തിയ ഒരു പ്രസ്താവന. അതായത് മലപ്പുറത്തും കാസർഗോഡും ഒക്കെ ജയിച്ച ജനപ്രതിനിധികളുടെ പേര് നോക്കിയാൽ മതി, അവരുടെ മതം മനസ്സിലാക്കിയാൽ മതി, കാര്യങ്ങളുടെ കിടപ്പ് ബോധ്യമാകും എന്ന രീതിയിൽ നടത്തിയ ഒരു പ്രസ്താവന. അത് നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ, SNDP ജനറൽ സെക്രട്ടറി, അദ്ദേഹം ഈ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള വളരെ വിഷലിപ്തമായ പ്രഖ്യാപനങ്ങളും പ്രസ്താവനകളും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, അങ്ങനെ അന്തരീക്ഷം കലുഷിതമായിരിക്കുമ്പോഴാണ് നമ്മുടെ സൈച്ചായൻ ഇതുപോലെ ഒരു പ്രസ്താവന നടത്തിയത്. അത് പാർട്ടിക്കുള്ളിൽ വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കി, എതിർപ്പുണ്ടാക്കി. ഒന്നുകിൽ പാർട്ടി നേരിട്ട് അത് തിരുത്തണം, അല്ലെങ്കിൽ സജി ചെറിയാനോട് തിരുത്താൻ ആവശ്യപ്പെടണം എന്ന രീതിയിലുള്ള ആവശ്യം അല്ലെങ്കിൽ അഭിപ്രായം ശക്തമായി. കഴിഞ്ഞ ഞായറാഴ്ച നടത്തിയ പ്രസ്താവനയാണ്
ഇത് എന്ന് ഓർക്കണം. എന്നിട്ടും അദ്ദേഹം തിരുത്താൻ തയ്യാറായില്ല. തിരുത്തണമെന്ന ആവശ്യത്തിന് വഴങ്ങിയില്ല. ഏറ്റവും അവസാനം ഇപ്പോൾ അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കുകയും തന്റെ പ്രസ്താവന പിൻവലിക്കുകയും ചെയ്തിരിക്കുകയാണ്. സജി ചെറിയാന്റെ പ്രസ്താവനയ്ക്കെതിരായിട്ട് CPM-ൽ മാത്രമല്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടായത്, അല്ലെങ്കിൽ എതിർപ്പുണ്ടായത്. പ്രതിപക്ഷം അതിനെ ശക്തമായിട്ട് എതിർത്തു. ഇത് വലിയൊരു അപകടകരമായ പോക്കാണെന്ന് VD സതീശൻ അടക്കമുള്ള രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ, ഇവരെല്ലാവരും, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, ഇവരൊക്കെ ഒരേ സ്വരത്തിൽ പറഞ്ഞു അപകടകരമാണ് ഈ നയം, ഇങ്ങനെ പാർട്ടി മുന്നോട്ട് പോകരുത്, CPM മുന്നോട്ട് പോകരുത് എന്ന് പറഞ്ഞു. മുസ്ലിം ലീഗ് അതുപോലുള്ള മറ്റ് മുസ്ലിം സംഘടനകള് ഈ പ്രസ്താവന വളരെ ദുരുപദിഷ്ടമാണെന്ന് പറഞ്ഞു, ദുരുദ്ദേശത്തോടു കൂടിയുള്ളതാണെന്ന് പറഞ്ഞു. ഇത് സമൂഹത്തിൽ വലിയ ഡിവൈഡ് അല്ലെങ്കിൽ സമുദായങ്ങൾ തമ്മിൽ അകർച്ച ഉണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞു. സമസ്ത ചിലപ്പോഴൊക്കെ ഇടതുപക്ഷ മുന്നണിയെ സഹായിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ചില നിലപാടുകളെ പിന്താങ്ങുന്ന ഒരു സംഘടനയാണ്. അവരുടെ മുഖപത്രം സജി ചെറിയാന്റെ പ്രസ്താവനയ്ക്കെതിരായിട്ട് അതിശക്തമായ ഒരു മുഖപ്രസംഗമാണ് എഴുതിയത്. സജി ചെറിയാന്റെ ഈ നിലപാടിന് കൃത്യവും ശരിയുമായ ഒരു ചികിത്സ വേണമെന്ന് ഈ സമസ്തയുടെ പത്രം പറയുകയുണ്ടായി. അതുമാത്രമല്ല, അത് ഇതുപോലെ തുടരാൻ അനുവദിക്കുകയാണെങ്കിൽ നമ്മുടെ മതേതര കേരളത്തെ മുഴുവൻ അത് കാർന്നു തിന്നും, കേരളത്തിന് മുഴുവൻ ദോഷകരമായിട്ട് മാറും എന്ന് പറഞ്ഞു. ഈ ഒരു പ്രസ്താവന CPM നേതാവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് ഒരു സാധാരണ മന്ത്രിയോ അല്ലെങ്കിൽ ഒരു പാർട്ടി നേതാവോ മാത്രമല്ല, ഇടതുപക്ഷത്തിന്റെ നേതാവാണ്. ഞങ്ങളാണ് ന്യൂനപക്ഷത്തിന്റെ സംരക്ഷകരെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം, അതിന്റെ നേതാവാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അത് എപ്പോഴാണ്? വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ആളുകൾ മുസ്ലിങ്ങൾക്കെതിരായിട്ട്, മുസ്ലിം ലീഗിനെതിരായിട്ട് വിഷലിപ്തമായ പ്രസ്താവനകൾ നടത്തുമ്പോൾ, മറ്റൊരു ഭാഗത്ത് നായർ ഈഴവ ഐക്യത്തിന് വേണ്ടിയുള്ള ചർച്ചകൾ നടക്കുമ്പോൾ, അത് കൃത്യമായിട്ടും ജാതീയമായ ഒരു കൂടിച്ചേരലാണ്, സാമുദായികമായ ഒരു കൂടിച്ചേരലാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. അത്തരത്തിലുള്ള ആലോചനകൾ നടക്കുമ്പോൾ, അത് മാത്രമല്ല, ഇതിന്റെ കാരണം തന്നെ സജി ചെറിയാൻ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്നതിന്റെ കാരണം തന്നെ കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ LDF-നുണ്ടായ വലിയ പരാജയത്തെ തുടർന്നാണ്. അത് CPM-നെ, LDF-നെ വല്ലാതെ അമ്പരപ്പിച്ചു. ന്യൂനപക്ഷങ്ങളോട് അവർക്ക് വലിയ ശത്രുതയായി. ആ ശത്രുതയുടെയും കൂടെ അടിസ്ഥാനത്തിലാണ്, അതും കൂടെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ സജി ചെറിയാൻ ഇതുപോലൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. MV ഗോവിന്ദൻ മാർക്സ് 2 തവണ ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് മാധ്യമപ്രവർത്തകരോട് മറുപടി പറഞ്ഞതാണ്. പക്ഷെ ഒരിക്കലും കൃത്യമായൊരു മറുപടി ആയിരുന്നില്ല. MV ഗോവിന്ദൻ മാർക്സ് ആണെങ്കിലും അദ്ദേഹത്തിന്റെ സെക്രട്ടറി പദവിയാണ് വളരെ പ്രധാനപ്പെട്ടത്. അല്ലാതെ ഈ നയത്തില് അപ്പോൾ തന്നെ ഒരു ക്ലാരിഫിക്കേഷൻ കൊണ്ടുവരുന്നതിനേക്കാൾ അപ്പുറത്ത് സംസ്ഥാന സെക്രട്ടറി പദം നിലനിർത്തുകയാണ് വേണ്ടത്. എല്ലാറ്റിന്റെയും കാരണഭൂതനായ പിണറായി വിജയനെ പിണക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പാർട്ടിയെ അങ്ങനെ കൊണ്ടു നടക്കാൻ സാധിക്കില്ല. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം പരാജയ കാരണങ്ങളെ കുറിച്ചുള്ള അഭിപ്രായ പ്രകടനവുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഒന്ന് റീവൈൻഡ് ചെയ്യുമ്പോൾ, ഈ വിവാദ പ്രസ്താവന, സജി ചെറിയാന്റെ വിവാദ പ്രസ്താവന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മനസ്സ് അറിഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ അഭിപ്രായം അനുസരിച്ചാണ് നടത്തിയത് എന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ സജി ചെറിയാനെ പോലെ ഒരാൾ സെക്രട്ടേറിയറ്റിൽ അദ്ദേഹം ജൂനിയറാണ്, മന്ത്രിസഭയിലും ജൂനിയറാണ്, പാർട്ടിയിലും താരതമ്യേന ജൂനിയറാണ്. പിണറായി വിജയൻ പോലെ ഒരാൾ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അറിവോ മനസ്സോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സ് ഇതാണെന്ന് അറിഞ്ഞുകൊണ്ടോ അല്ലാതെ ഒരിക്കലും അദ്ദേഹം ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തത്തില്ല. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പില് ഏതാണ്ട് ന്യൂനപക്ഷം അപ്പാടെ CPM-നെതിരായിട്ട് നിലയുറപ്പിച്ചതാണ് നമ്മൾ കണ്ടത്. അതുപോലെ കിട്ടുമെന്ന് കരുതിയ വോട്ടുകൾ, ഭൂരിപക്ഷ വോട്ടുകൾ, ന്യൂനപക്ഷത്തെ തള്ളിപ്പറഞ്ഞാൽ ഭൂരിപക്ഷത്തിന്റെ വോട്ട് കിട്ടുമെന്നാണല്ലോ കണക്കുകൂട്ടല്. കാരണം ശബരിമലയിലെ സ്വർണ്ണ കവർച്ച പോലുള്ള പ്രശ്നങ്ങൾ വലിയ ചർച്ചാ വിഷയമായപ്പോൾ ആ ഭാഗത്തു നിന്നുള്ള വോട്ടുകളും നഷ്ടപ്പെട്ടു. ഇപ്പോഴും CPM അല്ലെങ്കിൽ പിണറായി വിജയൻ പ്രതീക്ഷിക്കുന്നത് ഭൂരിപക്ഷ വോട്ടുകൾ കൂടുതലായി നേടുക എന്നുള്ളതാണ്. ന്യൂനപക്ഷം ഏതാണ്ട് അപ്പാടെ അപ്പുറത്തേക്ക് പോയിരിക്കുന്നുവെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവര്, സജി ചെറിയാനെ പോലെയുള്ളവര്, ആ കാര്യം അവർക്ക് ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും കൂടുതൽ ഭൂരിപക്ഷ സമുദായ വോട്ടുകൾ കൈവശമാക്കുക. ഇപ്പോൾ തന്നെ BJP-യുമായിട്ടൊരു അന്തർധാരയുണ്ട്. അതിനെ ഒന്ന് മെച്ചപ്പെടുത്തി ഭൂരിപക്ഷ സമുദായത്തിനുള്ളിലേക്ക് കടന്നു ചെന്ന് എങ്ങനെയെങ്കിലും കൂടുതൽ വോട്ട് നേടണം. അതിന് ന്യൂനപക്ഷത്തെ വിമർശിക്കണം, ന്യൂനപക്ഷത്തെ എതിർക്കണം, അവരെ കുറ്റപ്പെടുത്തണം. ആ ഒരു അജണ്ടയാണോ ഇപ്പോഴെ പിണറായി വിജയൻ ഉള്ളത് എന്ന് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സംഭവ വികാസങ്ങൾ കാണുമ്പോൾ നമുക്കൊക്കെ സംശയം തോന്നുകയാണ്. ഇതൊക്കെ നടക്കുന്നത് ജമായത്തെ ഇസ്ലാമിയുമായിട്ട് UDF-ന്, പ്രത്യേകിച്ച് കോൺഗ്രസിന് എന്തോ ബന്ധങ്ങളുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട്
ഈ വർഗീയ പ്രകടനം കോൺഗ്രസിന്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ, കോൺഗ്രസിനെ അതിന്റെ പേരിൽ പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള ശ്രമങ്ങൾ, വളരെ ബോധപൂർവമായ ശ്രമങ്ങൾ CPM നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും രസകരമായ ഒരു കാര്യം നമ്മൾ കാണേണ്ടത്. ഈ ഗവൺമെന്റിലെ ഇടതുപക്ഷ സർക്കാരിലെ ഒരു മന്ത്രിയായ വി അബ്ദുറഹ്മാനും അതുപോലെ CPMന്റെ MLA ആയ ദലീമ ജോജോയും ജമായത്തെ ഇസ്ലാമിയുടെ 2 പരിപാടികളിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. അതായത് ഒരു ഭാഗത്ത് മന്ത്രി സജി ചെറിയാൻ മുസ്ലിം ന്യൂനപക്ഷത്തെ ആക്ഷേപിക്കുന്നു, വിമർശിക്കുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ജമായത്തെ ഇസ്ലാമിയുമായി കൂട്ടുചേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് ഒരു അപകടകരമായ ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനെ ആക്രമിക്കുന്നു. നമുക്ക് കേരള രാഷ്ട്രീയം മനസ്സിലാക്കുന്നവർക്ക് എല്ലാം അറിയാം, കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അടുപ്പവും ബന്ധവും ഉള്ളത് CPMഉം ജമായത്തെ ഇസ്ലാമിയും തമ്മിലാണ്. അവരാണ് തെരഞ്ഞെടുപ്പുകളിൽ സഹകരിച്ചിട്ടുള്ളത്. പിണറായി വിജയൻ ജമായത്തെ ഇസ്ലാമിയുടെ നേതാക്കളുമായിട്ട് കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ട്. അവരുടെ വോട്ടുകൾ LDFനാണെന്ന് ജമായത്തെ ഇസ്ലാമിയുടെ നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ജമായത്തെ ഇസ്ലാമിയെ CPM വിമർശിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഗവൺമെന്റിലെ ഒരു മന്ത്രി അബ്ദുറഹ്മാൻ, അവരുടെ ഒരു MLA ജമായത്തെ ഇസ്ലാമിയുടെ പരിപാടികളിൽ പങ്കെടുത്തിരിക്കുന്നു. സ്വന്തം നിയോജക മണ്ഡലമായ താനൂരില് ജമായത്തെ ഇസ്ലാമി സംഘടിപ്പിച്ച ബൈത്തു സക്കാത്ത് കേരള ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് അബ്ദുറഹ്മാൻ നിർവഹിച്ചത്. അതില് ജമായത്തെ ഇസ്ലാമിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ജനറൽ ടി ആരഫ് അലി, അതുപോലെ ബൈത്തു സക്കാത്തിന്റെ സംസ്ഥാന ചെയർമാൻ TK മുഹമ്മദ് കാരക്കുന്ന് മുതലായവർ പങ്കെടുത്തു. വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു സംസ്ഥാന ക്യാമ്പയിനിന്റെ, കേരള ക്യാമ്പയിനിന്റെ ഉദ്ഘാടനം, സംസ്ഥാന തലത്തിലുള്ള ഉദ്ഘാടനമാണ് അബ്ദുറഹ്മാൻ നടത്തിയത്. എപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ CPM നിരന്തരമെന്നോണം വിമർശിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതേസമയം ദലീമ പങ്കെടുത്തത് ആലപ്പുഴ ജില്ലയിലെ പാണാവള്ളിയില് ജമാഅത്തെ ഇസ്ലാമിയുടെ സാന്ത്വന പരിചരണ സംഘടന സംഘടിപ്പിച്ച ഒരു പരിപാടിയില്ല. അവിടെ അതിനെപ്പറ്റി പറയുന്നത് കനിവ എന്ന് പറയുന്ന പാലിയേറ്റീവ് കെയർ ആൻഡ് മെഡിക്കൽ ഗൈഡൻസ് യൂണിറ്റിന്റെ ഒരു പരിപാടിയായിരുന്നു അത് എന്നാണ്. പക്ഷേ ഈ കനിവ എന്ന് പറയുന്ന സംഘടന നടത്തുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ സാന്ത്വന പരിചരണവുമായി ബന്ധപ്പെട്ട സഹായി വെൽഫെയർ സൊസൈറ്റിയാണ്. അതായത് SFIയുടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ട് ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിൽ പങ്കെടുത്തിട്ടില്ല എന്ന് പറയുന്നത് പോലെയേ ഉള്ളൂ. ഈ കനിവ് ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടനയാണ്. അവരുടെ സഹായി വെൽഫെയർ സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നതാണ്. എന്നിട്ടാണ് നമ്മുടെ MLA പറയുന്നത് ഞാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടികൾക്കൊന്നും പോയിട്ടില്ല എന്നുള്ളത്. ഈ പരിപാടിയിലാവട്ടെ ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള അമീർ മുജീബ് റഹ്മാനാണ് അത് ഉദ്ഘാടനം ചെയ്തത്. ഇതിൽ നിന്നൊക്കെ നാം മനസ്സിലാക്കേണ്ടത് എങ്ങനെയെങ്കിലും 10 വോട്ട് നേടുന്നതിന് വേണ്ടി ഏത് അടവുകളും തത്വദീക്ഷയില്ലാത്ത എന്തും CPM സ്വീകരിക്കും എന്നുള്ളതാണ്. ഒരു ഭാഗത്ത് NSSനെയും SNDPയെയും ഐക്യത്തിലാക്കാനുള്ള ശ്രമങ്ങൾ VN വാസവന്റെ കാർമ്മികത്വത്തിൽ പിണറായി വിജയന്റെ അനുഗ്രഹത്തോടുകൂടി നടന്നുകൊണ്ടിരിക്കുന്നു. 2 സംഘടനകളുടെയും നേതാക്കൾ അതിന് അനുകൂലമായ പ്രസ്താവനകൾ നടത്തി കഴിഞ്ഞു. വേറൊരു ഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമിയും കോൺഗ്രസുമായി കൂട്ടുകൂടുന്നുവെന്ന് ഒരു ഇല്ലാവചനം പറഞ്ഞു. അങ്ങനെ ഒരു സംഭവമില്ല. പറഞ്ഞല്ലോ, നേരത്തെ മുതലേ CPMവുമായിട്ടാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ബന്ധം. അങ്ങനെ അവാസ്തവമായ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ശ്രമിക്കുന്നു. അതേസമയം ഇടതുമുന്നണിയുടെ നേതാക്കൾ, മന്ത്രിയും MLAയും ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ CPMന് നയപരിപാടികളോ നിലപാടുകളോ ഒന്നും അല്ല പ്രധാനം, വോട്ട് മാത്രമാണ്.